ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ആഷ്മിസ് ഹിയർ. ശരിക്കും ആണുങ്ങൾക്ക് സ്കിൻ കെയറിൻ്റെ ആവശ്യമുണ്ടോ ഗൈസ്? എൻ്റെ അടുത്തും നേരിട്ട് ചോദിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ആണുങ്ങളായ കുറച്ചൊക്കെ മുഖക്കുരും പാടുമൊക്കെ വേണമെന്നേ. പക്ഷേ ഈ പറയുന്ന കൂട്ടുകാരന് മുഖത്ത് ഒരു പാട് പോലും ഇല്ല എന്നുള്ളത്. ഇപ്പം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ക്ലിയർ സ്കിന്നുള്ള ആ ഒരു പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് സ്കിൻ കെയർ വേണമെന്ന് ചോദിച്ചാൽ എനിക്കതേപ്പറ്റി പറയാറില്ല. പക്ഷേ ഇപ്പം എന്നെ പോലെ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടീനേജ് തൊട്ട് എനിക്ക് നല്ലോണം ആക്നെ വരാറുണ്ട്. ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നാണ്. അത് മാത്രമല്ല എൻ്റെ സ്കിൻ ടൈപ്പ് വെച്ചിട്ട് പോറൽ പറ്റിയാൽ പോലും നല്ലോണം പാടാവുന്ന ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കെയർ ചെയ്യാറുണ്ട് ഞാൻ മുന്നേ തൊട്ടേ. പക്ഷേ മൈ സ്കിൻ ഡസൻ കെയർ, അതാണ് പ്രശ്നം. ഐ ഡു കെയർ മൈ സ്കിൻ ബട്ട് മൈ സ്കിൻ ഡസൻ കെയർ. അതൊരു വലിയ പ്രശ്നമാണ്. അത് റിലേറ്റബിൾ ആവുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ മുഖം ഭയങ്കര ഓയിലിയാണ്, ആക്നെ പ്രോൺ ആണ്, ഹൈപ്പർ പിഗ്മെന്റേഷനും ഉണ്ട്. ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ആക്നെ വന്ന് അതിൻ്റെ ഇൻഫ്ലമേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡാർക്ക് മാർക്സ് ഉണ്ടാവും മുഖത്ത്. സോ അതാണ് മെയിനായിട്ടും ഈ പിഗ്മെന്റേഷൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആയിട്ട് കാണപ്പെടും. എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഭയങ്കര ടഫാണ് അവർക്ക്. ലൈക്ക് നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ ഡെയിലി ലൈഫിനെ നന്നായി ബാധിക്കും ഇത്. സോ അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ ആവശ്യമുള്ളത്. ഇപ്പം നമ്മൾ മെന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വി ഗോ ജിം, റൈറ്റ്? നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോകുന്നതിൻ്റെ കാരണം തന്നെ എന്താണ്? നമുക്ക് നമ്മളെ തന്നെ നല്ല പ്രസന്റബിൾ ആവണം, ആൻഡ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ ബോഡി കെയർ ചെയ്യുന്ന പോലെ തന്നെ സ്കിൻ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസും മാർക്സും ഒക്കെ നമ്മൾ എന്തായാലും കെയർ ചെയ്യും. അതുപോലെ തന്നെയാണ് ആക്നെ വന്നാലും, അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ്, അതുപോലത്തെ സ്കാർസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കെയർ ചെയ്യുക എന്നുള്ളതും അതിന് നമ്മൾ വേണ്ട വിധത്തിലുള്ള മരുന്നൊക്കെ എടുക്കുക എന്നുള്ളതും പറയുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കിൻ കെയർ ആണുങ്ങൾക്കെന്നല്ല പെണ്ണുങ്ങൾക്കെന്നല്ല എല്ലാ മനുഷ്യർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ആക്നെ പ്രോൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ പെട്ടെന്ന് ഡാമേജ് ആവുന്ന തരത്തിലുള്ള സ്കിൻ ആണെങ്കിൽ, ആക്ച്വലി സൺ ഡാമേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. സോ ഇപ്പം നിങ്ങളുടെ സ്കിൻ ഹെൽത്തി ആണ്, നല്ല ക്ലിയർ സ്കിൻ ആണ്, ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ലൈക്ക് സ്കിൻ കെയർ വേണോ വേണ്ടയോ. ഐ വുഡ് സേ ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഒട്ടും ഹെൽത്തി അല്ല, ക്ലിയർ സ്കിൻ അല്ല, നല്ലോണം സ്കിൻ ഡാമേജ് ഉണ്ടാകുന്ന സ്കിന്നാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ആക്നെ പിഗ്മെന്റേഷൻ ഉണ്ടാകാറുണ്ട്, അതല്ലെങ്കിൽ ഭയങ്കര ഓയിലി സ്കിന്നാണ്, എപ്പോഴുള്ള ആക്നെ ഉണ്ടാകുന്ന പോലത്തെ ഒരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഞാനിത് ബിലീവ് ചെയ്തിരുന്നില്ല ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ. സ്കിൻ കെയർ വേണം എന്നുള്ളത് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഫോർ മെൻ എന്ന് ഞാനും വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള മണ്ടത്തരങ്ങളുണ്ടാവും. ഈ സ്കിൻ കെയർ എന്ന് പറയുന്ന പരിപാടി തന്നെ സത്യം പറഞ്ഞാൽ ട്രയൽ ആൻഡ് എററാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നു, എററാവുന്നു. നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്നാണ് ഇതിൽ പഠിക്കണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് സത്യം പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി പ്രോഡക്ട്സ് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എറർ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പറ്റിയ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു ഡെർമറ്റോളജിനെ കാണാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. സോ അത് ഈ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് എളുപ്പമാക്കും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആക്ച്വലി എൻ്റെ ടൈപ്പ്, അതായത് എൻ്റെ എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ടൈപ്പാണ്, ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകാറുണ്ട്, ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് വർക്കായിട്ടുള്ള പേഴ്സണലി വർക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ്. ഒരുപാട് സ്റ്റെപ്സ് ഉള്ള സ്കിൻ കെയർ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ബോയ്സിനും മെന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ മിത്ത് ലൈക്ക് സ്കിൻ കെയർ മെന്നിനുള്ളതല്ല എന്നുള്ള മിത്ത് വിശ്വസിച്ച് നമ്മുടെ തന്നെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബോഡി കെയർ ചെയ്യാതിരിക്കരുത്. നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മളെ പ്രസൻറ്റബിൾ ആക്കാനുള്ള, നമ്മുടെ സെൽഫ് വർത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ആണിത്. സോ സെൽഫ് കെയർ ഇസ് സെൽഫ് ലവ്, റൈറ്റ്? സോ നമുക്ക് പ്രോഡക്ട്സിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. സോ ഓയിലി സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഫേസ് വാഷ് ആണിത്. ഇത് ആക്ച്വലി ഡെർമാക്കോയുടെ സാലിസിനമൈഡ് 2% സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ് ആണ്. ഇതിൽ 2% സാലിസിലിക് ആസിഡും 2% നയാസിനമൈഡും ഉണ്ട്. സാലിസിലിക് ആസിഡ് ആക്ച്വലി ഓയിലി സ്കിൻ, നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി തരുന്ന ഒരു ഏജന്റാണ്. ആൻഡ് നയാസിനമൈഡ് എന്ന് പറയുന്നത് ഡാർക്ക് മാർക്സ് കുറയ്ക്കും, ബ്രൈറ്റനിങ് ഏജന്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് രണ്ടും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എത്ര ഓയിലി സ്കിൻ ആണെന്ന് പറഞ്ഞാലും ഇത് തേച്ചാൽ ഡ്രൈ ആകും. ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് മുന്നേ ആണെങ്കിലും. സോ ഐ വുഡ് സേ
വൺ ടൈം പ്രോബ്ലി നൈറ്റിലായിരിക്കും. ഞാൻ പൊതുവെ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു തവണ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം സ്കിൻ അത്രയ്ക്ക് ഡ്രൈ ആവാറുണ്ട്. കാരണം എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പം ഈ സാലിസിനമൈഡ് നയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ സ്കിൻ നല്ല ഡ്രൈ ആവും. ആക്ച്വലി അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഓയിലി സ്കിന്നിനെ ബ്ലോക്ക് ചെയ്യലാണല്ലോ അതിൻ്റെ ജോലി. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. 2 നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ കുറച്ച് ഡ്രൈ ആവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാത്രി മാത്രമാണ് ഇത് ഉപയോഗിക്കാറ്. പക്ഷേ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സാലിസിലിക് ആസിഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഓയിൽ പ്രൊഡക്ഷൻ നിർത്താൻ വേണ്ടിയിട്ട്. സോ അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഡെർമാക്കോയുടെ 2% സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ് ആണ്. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ആക്ച്വലി പ്രറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ മോയ്സ്ചറൈസറാണ്, റീക്വിലിൻ്റെ ആണിത്. ശരിക്കും എനിക്കും ഇതറിയില്ലായിരുന്നു. കാരണം ഓയിലി സ്കിൻ, പൊതുവേ മെന്നിന് ആക്ച്വലി ഓയിലി സ്കിൻ ആയിരിക്കും കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് ആക്നെ പ്രോൺ ആവുന്നത്. അപ്പം ഓയിലി സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസർ വേണ്ട എന്നുള്ളതൊരു മിത്താണ് സത്യം പറഞ്ഞാൽ. ഞാനും അങ്ങനെ ബിലീവ് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് നാൾ ഞാൻ ചിന്തിച്ചിരുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസർ വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആണ്. ശരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് മോയ്സ്ചറൈസർ വേണ്ടതെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാനും. പക്ഷെ സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നല്ല മോയ്സ്ചറൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്ട്രാ ഓയിൽ പ്രൊഡക്ഷൻ ഈ മോയ്സ്ചറൈസറിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെബം പ്രൊഡക്ഷൻ ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. ആൻഡ് അതർ തിങ് ഇസ്, നമുക്ക് ആക്നെ വന്നു കഴിയുമ്പം ഈ സ്കാബ് ഉണ്ടാവും. മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്ന ഒരു സ്കാബ് ഉണ്ടാവും, മുറിവ് പോലെ ഉണ്ടാവും. അപ്പം അത് ആ സ്കാബ് ആക്ച്വലി ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഹീലാവാൻ ഭയങ്കര താമസം എടുക്കും. പക്ഷെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സ്കാബ് നമുക്ക് പെട്ടെന്ന് ഹീലായി കിട്ടും. നമ്മുടെ ഈ ആക്നെ ഉണ്ടായത് പെട്ടെന്ന് ഹീലാവാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് ഈ ഓയിൽ കൊണ്ടാണ് നമുക്ക് ആക്നെ ഉണ്ടാകുന്നത്, അതിന് മേലെ മോയ്സ്ചറൈസ് ചെയ്താൽ വീണ്ടും ആക്നെ ബാഡ് ആവത്തേ ഉള്ളൂ. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അത് ഞാനും വളരെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സോ മോയ്സ്ചറൈസർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സത്യം പറഞ്ഞാൽ. 2 times a day, അതായത് രാവിലെയും വൈകിട്ടും. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ മോയ്സ്ചറൈസർ പ്രത്യേകിച്ചും ഇതൊരു ആഡൊന്നുമല്ല കേട്ടോ. എനിക്ക് ആഡ് കിട്ടാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ ചാനൽ. അപ്പം ഈ ഓയിൽ പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കരമായിട്ട് വർക്കിംഗ് ആണ്. എൻ്റെ സ്കിന്നിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്നിന് ഭയങ്കര ഒരു നറിഷ്മെൻ്റ് ഒരു ഫീലാണ്. നമ്മൾ മുഖം കഴുകിയതുപോലെ ഒരു ഫീലാണ്. പിന്നെ ഇതിനകത്ത് ലൈക്ക് പെർഫ്യൂംസ് ഒന്നുമില്ല. അപ്പം നമുക്ക് അധികം ആവശ്യമില്ലാത്ത മണം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇറ്റ് ഡസ് വർക്ക് ഫോർ മീ. ഇതിനകത്ത് പറയാനാണെങ്കിൽ ഹൈലറോണിക് ആസിഡും ബെറ്റൈനും ആണുള്ളത്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനുള്ള പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ഓയിൽ ഇല്ലയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം. എനിക്ക് ഇത് തേച്ചിട്ട് പുതിയ ആക്നേസ് ഒന്നും ഉണ്ടാകാറില്ല. ഞാൻ ആക്ച്വലി വേറെ മോയ്സ്ചറൈസേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന് മുന്നേ. അപ്പോൾ ഇതാണ് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. സോ ഐ തിങ്ക് ഐ വുഡ് റെക്കമെൻഡ് ദിസ്. നമ്മുടെ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്പെഷ്യലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം നമുക്ക് ആക്നെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾക്ക് പാടുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഇതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇപ്പം സാധാരണ നമുക്കൊരു ആക്നെ സ്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 6 months കുറയും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള UV എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 6 months എന്നുള്ള കാലാവധി കൂടും. ആക്ച്വലി ഇത് ഹീലാവാനും അല്ല ആക്നെ സ്കാർ മാഞ്ഞു പോകാനും കൂടുതൽ സമയം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, ലൈക്ക് 2 finger റൂളാണ്. 2 ഫിംഗർ നിറച്ച് എടുക്കണം എന്നാണ്. ഞാൻ പലപ്പോഴും അത് ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം. ബട്ട് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്. ലൈക്ക് നിങ്ങൾ പുറത്ത് പോകുന്നതിന് ഒരു 15 minutes മുമ്പേ ഉപയോഗിക്കണം എന്നാണ് അഡ്വൈസ് ചെയ്യപ്പെടുന്നത്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സൺസ്ക്രീൻ ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ശരിക്കും ഈ ആക്നെ സ്കാർ ഡാർക്ക് മാർക്സ് കൂടുതലാവാനുള്ള കാരണം തന്നെ നമ്മൾ സൺ എക്സ്പോഷറാണ് സത്യം പറഞ്ഞാൽ. അപ്പം എന്നും രാവിലെ പ്രത്യേകിച്ച് നമ്മൾ പോകുന്നതിന് മുന്നേ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. ഔട്ട്ഡോർ ആണ് കൂടുതൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 hours കൂടുമ്പം വീണ്ടും നമ്മൾ റീഅപ്ലൈ ചെയ്യണമെന്നാണ്. ഇൻഡോർ ആണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. എന്തായാലും മാക്സിമം നമ്മൾ പോകുന്നതിന് മുന്നേ ഇത് ഉപയോഗിച്ച് തുടങ്ങണം. ഞാൻ മെന്നിനോടാണ് പറയുന്നത്. കാരണം എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ പോകുന്നതിന് പുറത്തിറങ്ങുന്നതിന് മുന്നേ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഡെർമാക്കോടെ തന്നെ
1% ഹൈലറോണിക് സൺസ്ക്രീൻ ഓയിൽ ഫ്രീ മാറ്റ് ജെല്ലാണ്. മാറ്റ് ജെല്ല് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമുള്ളതാണ്. ഇതിനകത്ത് നയാസിനമൈഡും സിങ്ക് PCAയും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നമ്മൾ ഈ ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആയിരിക്കും എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പെർഫ്യൂം എന്ന് പറയുന്നത് ആക്നെ പ്രോൺ കൊമോഡോജനിക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പോലെ തന്നെയുള്ള വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. എപ്പോഴും നമ്മൾ മാറ്റ് ജെല്ല് വാങ്ങിക്കുന്നതായിരിക്കും ഹെൽപ്ഫുൾ. കാരണം ഓയിലി സ്കിൻ ആണല്ലോ നമ്മുടേത്. അപ്പം സൺസ്ക്രീൻ എപ്പോഴും മാറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഓയിൽ കുറയ്ക്കാം. ഈ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മാറ്റ് ജെൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം സൺസ്ക്രീൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ. സോ SPF 50 PA+++++4+ ഉണ്ട് ഇതിൽ. എപ്പോഴും SPF 50 എങ്കിലും നമുക്ക് ഉണ്ടാവണം. ആൻഡ് PA++++ അതും നോക്കണം. സൺസ്ക്രീൻ ആണ് ശരിക്കും മെയിൻ ഹീറോ. നമ്മുടെ ഒരു സ്കിൻ കെയർ ജേണിയിൽ നമ്മൾ ആക്നെ മാർക്കൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ജേണിയിൽ ഒരു 90% ജോലി ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സൺസ്ക്രീനാണ്. മുന്നോട്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതെ രക്ഷിക്കുന്ന ഫൈറ്ററാണ് സൺസ്ക്രീൻ. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ. നമ്മൾ മോയ്സ്ചറൈസർ മിസ്സാക്കിയാലും സൺസ്ക്രീൻ മിസ്സാക്കരുത് എന്നുള്ളതാണ് സത്യം. എപ്പോഴും അപ്ലൈ ചെയ്യുമ്പം മോയ്സ്ചറൈസർ ഫസ്റ്റ് യൂസ് ചെയ്യുക, ദെൻ സൺസ്ക്രീൻ, അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്ട്സ്. അപ്പം അറ്റ്ലീസ്റ്റ് മിനിമം ഇതാണ് മിനിമം. നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെയർ മിനിമമാണിത്. മെന്നിന് സ്കിൻ കെയറിൻ്റെ ആവശ്യമില്ല എന്നുള്ള കോമൺ മിത്തും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. ഇനിയിപ്പം സ്കിന്നിൻ്റെ ഇഷ്യൂസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എസ്പെഷ്യലി മെൻ, നമ്മളത് വിട്ടിട്ട് നടക്കും, നമ്മളതിനെപ്പറ്റി കെയർ ചെയ്യാൻ നടക്കും. പക്ഷേ നമുക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ സ്കിൻ കെയർ ചെയ്യാന്നുള്ളത്, നമ്മുടെ ബോഡി കെയർ ചെയ്യാന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ മിനിമം ഈ 3 സ്റ്റെപ്സ് നമ്മുടെ സ്കിൻ കെയറിൽ ഉണ്ടാവണം. ഫസ്റ്റ് തിങ് ഈസ് മോയ്സ്ചറൈസർ. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ പറയുന്നത്. ഇതിന് ഒരു ഗുണമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നല്ല ആക്നെ പ്രോൺ ആണ്, അല്ലെങ്കിൽ നല്ല ആക്നെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിനെ കണ്ട് പ്രോഡക്ട്സ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആൻഡ് ഓൾസോ റിമെമ്പർ ദിസ്, ഇതൊരു ട്രയൽ ആൻഡ് എറർ ജേണിയാണ്. നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ട്രയൽ ചെയ്ത് എറർ സംഭവിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് എനിക്ക് വർക്കായിട്ടുള്ളത് ഈ പ്രോഡക്ട്സ് ആണ്. മോയ്സ്ചറൈസർ, റീക്വലിൻ്റെ മോയ്സ്ചറൈസറും ലൈക്ക് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ്. പിന്നെ ഡെർമാക്കോയുടെ തന്നെ ഫേസ് വാഷാണ് സാലിസിനമൈഡ്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള പ്രോഡക്ട്സ്. എനിക്കിത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, റിസൾട്ട്സ് തരുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദിസ് വിത്ത് യു ഗൈസ്. അപ്പോൾ 2026 നിങ്ങളുടെ റിസൊല്യൂഷനകത്ത് ക്ലിയർ സ്കിന്നും ഉണ്ടാവട്ടെ. കാരണം എൻ്റെ റിസൊല്യൂഷനകത്ത് ഇതുണ്ട്. ഞാൻ എല്ലാ വർഷവും ഇത് വെക്കാറുണ്ട്. വി ആർ മേക്കിംഗ് ഇറ്റ് ടുഗെദർ. നമ്മൾ ഒന്നിച്ച് സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. ആരൊക്കെ കേൾക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്നാലും പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ 3 പ്രോഡക്ട്സ്, 3 സ്റ്റെപ്സ് എങ്കിലും, പ്രോഡക്ട്സ് മാറിക്കോട്ടെ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇത് 3 ഞാൻ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. 3 തരം സ്കിൻ ടൈപ്പാണ് ആക്ച്വലി ഉള്ളത്. ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ആൻഡ് ഓയിലി സ്കിൻ. സോ പൊതുവേ ആണുങ്ങളിൽ കാണാറ് ഓയിലി സ്കിൻ ആണ്, പക്ഷേ ഡ്രൈ സ്കിന്നുള്ള പയ്യന്മാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ. നമ്മൾ പരസ്യമൊക്കെ ഒരുപാട് കാണാറുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയും. സോ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് വേണം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഡാമേജ്, ലൈക്ക് ഗുണത്തെ കഴിഞ്ഞും ദോഷം ചെയ്യത്തുള്ളൂ. നമ്മുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിന്നും മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി, പലർക്കും ഓരോ സ്കിൻ ഇഷ്യൂസ് ആണ്, നമ്മുടെ ഇഷ്യൂസ് മനസ്സിലാക്കി പ്രോഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമോ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ള റിസർച്ച് നിങ്ങൾ ചെയ്യണം. അത് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ റിലേറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആൻഡ് അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് പറഞ്ഞു തരണം. കാരണം എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല, എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾ കമൻസിൽ പറയണം. ഗേൾസ്, നിങ്ങളോടും കൂടെ ഞാൻ പറയണം, ഇപ്പോൾ ഇത് വുമൺ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ വിരുദ്ധരായിട്ടുള്ള ബോയ്സിന്, നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ സ്കിൻ കെയർ വിരുദ്ധന്മാരായ ആൺകുട്ടികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവരോട് എത്രയും പെട്ടെന്ന് അടുത്ത റീസൊല്യൂഷനകത്ത് ഈ ഇയറിൽ സ്കിൻ കെയർ നോക്കാൻ പറയണം.
ഈ 3 സ്റ്റെപ്സ് കൊണ്ടുവരണം എന്ന് പറയണം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സ്റ്റിഗ്മയുണ്ട്. പക്ഷേ ലൈക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് മെൻ ഇങ്ങനെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് പരസ്യം ലൈക്ക് ആഡൊക്കെ ചെയ്ത് ഞാൻ കാണാറുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുമ്പോൾ തന്നെ സൺസ്ക്രീൻ്റെയും ഒക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. അതൊരു നല്ല ചേഞ്ചാണ്. ലൈക്ക് ആണുങ്ങളും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്നുണ്ട്. ലൈക്ക് സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഹ്യൂമൻ ബീങ്ങിന് നിർബന്ധമായിട്ടും വേണ്ടതാണ്. നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, നമ്മുടെ ബോഡി ഫിസിക് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും നമ്മുടെ അപ്പിയറൻസ്, നമ്മൾ എങ്ങനെ ലുക്ക് ചെയ്യുന്നു, ഹൗ വി ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ ഭാഗം തന്നെയാണ് സ്കിൻ കെയറും. സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡു സബ്സ്ക്രൈബ്. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു ലൈക്ക്, ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്.